തൃശൂർ ATM കവർച്ച കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. തമിഴ്നാട് പോലീസ് കൈമാറിയ 5 പ്രതികളെയാണ് ഇന്നലെ തൃശൂരിൽ എത്തിച്ചത്. 3 ATMകളിൽ നിന്നായി 67 ലക്ഷത്തിലധികം രൂപയാണ് കഴിഞ്ഞ മാസം 27-ന് പ്രതികൾ കൊള്ളയടിച്ചത്. തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രതികളിൽ ഒരാൾ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ഈ പ്രതികളുമായി വിശദമായ തെളിവെടുപ്പിന് പോലീസ് എത്തുമ്പോൾ എപ്പോഴായിരിക്കും തെളിവെടുപ്പ് ആരംഭിക്കുക? എങ്ങനെയായിരിക്കും നടപടിക്രമങ്ങൾ? തുളസി, 5 ദിവസത്തേക്കാണ് ഈ ATM കവർച്ച കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചത്. കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു ATM കവർച്ചയാണ്. തൃശ്ശൂരിൽ 3 ഇടങ്ങളിലെ ATMകളാണ് കവർച്ച നടത്തിയത്. മാപ്രാണം, കോലഴി, സ്വരാജ് റൗണ്ട് എന്നിവിടങ്ങളിലെ ATMകളാണ് ഇവർ മോഷ്ടിച്ചത്. എന്തായാലും ഇതിൽ പ്രധാനമായും അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം പ്രധാനമായും ഇതിൽ തെളിവെടുപ്പ് തന്നെയാണ്. മാത്രവുമല്ല, ഇതിന് ഈ മോഷണത്തിന് വേണ്ടി ഉപയോഗിച്ച ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ അവയൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളും തേടേണ്ടതുണ്ട്. ഇന്നലെ തൃശ്ശൂരിലെത്തിച്ച ഇവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ചത് ചില നിർണായക വിവരങ്ങളാണ്. അതായത് 3 ATMകൾ മോഷ്ടിച്ച് ഏതാണ്ട് 67 ലക്ഷം രൂപയിലധികം കവർന്ന ഇവർ മറ്റൊരു ATM കൂടി മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ചേർപ്പിലെ ഒരു ATM മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ്. പക്ഷേ ഈ ATMനുള്ളിൽ ആ സമയത്ത് ആളുകളുണ്ടായിരുന്നു, പുറത്ത് വാഹനങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം കൊണ്ടാണ് അവർ ആ ATM മോഷണത്തിൽ നിന്ന് പിന്മാറി ഇത്തരത്തിൽ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്ത്യയിലൂടെ പല ഭാഗത്തും നടന്ന ATM കവർച്ചാ കേസുകളുമായി ഈ പ്രതികൾക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കണ്ടെത്തൽ. എന്തായാലും ഈ തമിഴ്നാട് പോലീസിനോട് ഹൈദരാബാദ് പോലീസും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുകയും പിന്നീട് ഹൈദരാബാദ് നടന്ന ഒരു ATM കവർച്ചയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തുകയും ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷേ കേരളത്തിലെ തെളിവെടുപ്പ് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ ഈ 7 പേരാണ് ഈ കേരളത്തിലെ ഈ 3 ATMകൾ 1 മണിക്കൂർ കൊണ്ട് മോഷ്ടിക്കാൻ വേണ്ടിയുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടെ വെടിയേറ്റ് മരിച്ചു. മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് കാൽ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും മറ്റുള്ള 5 പേരെയാണ് ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിച്ചത്. ഹരിയാനയിലെ മേവാത്തി എന്ന് പറയുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും തെളിവെടുപ്പിനുള്ള അനുമതി വാങ്ങുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇന്ന് ഈ 3 ATMകളിലും പ്രതികളെ എത്തിക്കും. അതോടൊപ്പം തന്നെ ഇവർ ഉപേക്ഷിച്ച ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇതൊക്കെ തന്നെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇവരെ തമിഴ്നാട് പോലീസിന് കൈമാറാനാണ് സാധ്യത. ശരി, ഓക്കെ. 3 ഇടങ്ങളിലായി പ്രതികൾ കൊള്ളയടിച്ചത് 67 ലക്ഷം രൂപയാണ്. ഇന്നെന്തായാലും വിശദമായ തെളിവെടുപ്പ് നടത്തുമെന്നാണ് അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.